എല്ലാം ഇപ്പൊ ഈ ലൈവ് തുടങ്ങുന്നതിന് മുമ്പാണ് ഞാനൊന്ന് നടു നിവർത്തിയത് ഇന്നത്തെ ദിവസം. ഒരാളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായില്ല, ഞാൻ ഒറ്റയ്ക്ക്. അറിയോ, ഒരു വിളിക്കുരു വിളിച്ചു വരുത്തുന്നതിനേക്കാളും അറിഞ്ഞു വരുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ റൂം അറിയില്ലല്ലോ, പിന്നെ എങ്ങനെ വരിക? റൂമിലേക്കല്ല ഞാൻ വിളിച്ചത്, പുറത്തേക്ക്. ഞാൻ പുറത്താണ് ഷോപ്പിങ്ങിന് പോയത്, റൂമിനകത്തല്ല ഷോപ്പിംഗ്. ഇത് ഫുള്ള് ഷോപ്പ് ചെയ്തോ? എല്ലാം വാങ്ങി? എത്ര രൂപയായി? ആകെ 27 kg പറ്റുള്ളൂ, അത് ഫുള്ളായി. അപ്പൊ നാളെ പോവാ? ആരെ എയർപോർട്ടിൽ കൂട്ടുകാരനെ? കരീംക്ക. ഞാനോ? 100 എണ്ണ അടിച്ചോണ്ട് വരുമോ? ഞാൻ 40 ദിറംസിന് ഞാൻ ടാക്സി എടുത്ത് പൊക്കോളും. ഇത് അറിഞ്ഞ പിന്നെ റേഞ്ച് റോവർ വണ്ടിയാണ്, ശ്രദ്ധിക്കണം. ഞാൻ ഇന്നോവ ടാക്സിക്ക് പൊക്കോളും. അതും വ്യത്യാസമുണ്ട്. ഓക്കെ, അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട. 80 നടക്കുവോ? എനിക്ക് 40 ദിറംസേ ഉള്ളൂ ടാക്സിക്ക് പോയി കഴിഞ്ഞാല്. ഏത് ദുബായിക്ക് ചാർജ് ആക്കോ? ദുബായിക്ക്. ദുബായിക്ക് ചാർജ് 40 ദിറംസ് ഉള്ളു എയർപോർട്ടിക്ക്? ആരാ എനിക്ക് പറഞ്ഞു? ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ടല്ലോ. വെറും 40 ദിറംസ് ഇവിടുന്ന് എയർപോർട്ടിക്ക് പോരാ. ക്യുസൈസിന്ന് ആകെ മിനിമം ചാർജ് ഉള്ളു എയർപോർട്ടിലേക്ക്. ഇവിടുന്ന് ഷാർജ ആവുമ്പോ അത്രയേ ഉള്ളൂ, 40 ദിറംസ്. ആരെങ്കിലും നാളെ എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തരോ ഗൈസ്? ആരെങ്കിലും എന്നെ ഒന്ന് എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്ത് തരും നാളെ? അപമാനം. 80 ദിറംസോ? എന്നാ 80 ദിറംസിന് 80 ദിറംസ്. നാളെ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആവുമ്പോ എന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുവന്നാക്കി തരുമോ? ഇനി ചത്താലും ശരി കരിമ പോരില്ല. ഓക്കെ, ചത്താലും ശരി സുദിനെറ്റി എയർപോർട്ട് പോരില്ല. ജിന്നെ അപമാനിച്ചല്ലപ്പോ അത്. നിങ്ങൾ റേഞ്ച് റോവ് ആണ്, നിങ്ങൾ 100 ദിറംസ് പെട്രോൾ അടിക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്റെ മിനി കൂപ്പറിൽ ഞാനങ്ങ് പോകും. മിനി കൂപ്പർ വന്നിട്ട് എയർപോർട്ടിൽ ഇടും. അപ്പോഴോ? മിനി കൂപ്പർ എയർപോർട്ടിൽ ഇടിച്ചു പോവേ? മിനി കൂപ്പർ നാളെ രാവിലെ ഗ്യാരേജിൽ ആൾക്കാർ വന്ന് എടുത്തിട്ട് പോകും. എന്നിട്ട് ഫുള്ള് വണ്ടി ഫുള്ള് സെറ്റാക്കി നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ട് ഞാൻ വരുമ്പോഴേക്കും എന്റെ കയ്യിൽ ഏൽപ്പിക്കും. സോപ്പും പെട്ടി സെറ്റാക്കാനുള്ളത് ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ അവരൊന്നും കൂടെ എന്തൊക്കെ മൈന്യൂട്ട് എന്തൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ടോ അതെല്ലാം ചെയ്ത് സെറ്റാക്കി തരും. അതെന്ത് വണ്ടിയല്ലല്ലോ, സോപ്പും പെട്ടിയല്ലേ? മിസ് റിയ നൗഫൽ എത്ര മണിക്കാണ് പോകണ്ടേ? നാളെ വൈകുന്നേരം 6 മണിക്ക് എന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുവന്നാക്കി തരും മിസ് റിയ നൗഫൽ. ഞാനേ ഒരു കാര്യം പറയട്ടെ, ഇന്നോടാണ് അവൾ ആദ്യം പറഞ്ഞത്. ഓക്കെ, എന്നെ കൊണ്ടുപോയി വിട്ടു. ഭയങ്കര ചാട റേഞ്ച് റോവർ ആണ്. കേക്കണെങ്കിൽ ഈ ലൈവിലുള്ള എല്ലാരും കേട്ടോളി. എന്നോട് പറഞ്ഞു കരീം കാ നിങ്ങൾ നാളെ എയർപോർട്ട് കൊണ്ടുപോയി വിട്ടു വെച്ചു. ഞാൻ അതേ മറുപടിയിൽ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഗൈസ്. എന്നോട് കരീം ചോദിച്ചു നാളെ നീ എങ്ങനെ എയർപോർട്ടിൽ പോകണം? ഞാൻ പറഞ്ഞു എന്നൊക്കെ ആരും എയർപോർട്ടിൽ കൊണ്ടുപോകാൻ കരീം നമ്മൾ ടാക്സി വിളിച്ച് പോകും. അപ്പൊ എന്നോട് പറഞ്ഞു ടാക്സി വിളിക്കണം, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നാൽ സന്തോഷം എന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നത് 100 ദിറംസ് പെട്രോൾ അടിക്കുന്ന റേഞ്ച് റോവർ ആണ്. അങ്ങനെയാണ് ഇങ്ങനെ. നമ്മൾ ഈ റേഞ്ച് റോവർ ഒന്നും കാണാത്ത ആൾക്കാരാണല്ലോ. 80 പറ്റുമോ? വേണ്ട. 60? സ്നേഹം മാത്രം പറ്റുമോ? അതില് കാര്യമില്ല മോളെ, സ്നേഹിച്ചിട്ട് എന്ത് കാര്യം? അതൊക്കെ ഈ സ്നേഹം എന്ന് പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ പറയുക, ഒരാൾ റിയൽ ആയിട്ട് ഒരാളെ സ്നേഹിക്കണില്ല. എല്ലാവരും അവരവരെയാണ് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുള്ളൂ. എല്ലാരും ഇപ്പൊ ഞാനിപ്പോ എന്നോട് പറയണ കാരണം ഇഷ്ടമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ടാണ് ഞാൻ റിയൽ ആയിട്ടാണ് പറഞ്ഞത്? നോ. നീ എന്നെ സ്നേഹിക്കണ്ടെന്ന് പറയുമ്പോ നിനക്ക് തോന്നുന്നുണ്ട് നീ എന്നെ റിയൽ ആയിട്ടാണ് പറയണെന്നുള്ളത്? നെവർ. ഞാൻ ഒരാൾക്ക് ഫ്രണ്ട്ഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ അത് പ്യുവർ ആയിരിക്കും. അത് എന്ന് അതിൽ എനിക്ക് പ്യുവർ അല്ല, എനിക്ക് ആത്മാർത്ഥത ഇല്ലെന്ന് തോന്നണോ അന്ന് ഞാൻ അത് കട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്ഷിപ്പ് വേറെ, സ്നേഹം വേറെ. ഫ്രണ്ട്ഷിപ്പാണ് സ്നേഹം. ഫ്രണ്ട്ഷിപ്പ് വേറെ, സ്നേഹം വേറെ. അതെങ്ങനെയാവുന്നത്? ഫ്രണ്ട്ഷിപ്പിൽ സ്നേഹം ഉണ്ടാവണം, അല്ലെങ്കിൽ എന്ത് ഫ്രണ്ട്ഷിപ്പ്? എനിക്ക് ജെന്യുവൻ ഫ്രണ്ട്ഷിപ്പ് കൊടുക്കാൻ അറിയുള്ളൂ. ഞാൻ എന്തെങ്കിലും ആ ഫ്രണ്ട്ഷിപ്പിൽ മായം ചേർക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഞാൻ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ എനിക്ക് പറ്റാതായി കഴിഞ്ഞിട്ട് എനിക്ക് അഭിനയിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറേ ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നിൽക്കുമ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹം കൊടുക്കണം. അതിൽ മായം കലർപ്പൊന്നും ഉണ്ടാവില്ല. ജനുവിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനുവരി എന്ന് പറഞ്ഞാൽ ഡിസംബർ കഴിഞ്ഞിട്ട്. അതിനുള്ള സ്നേഹം വേണം. ഫെബ്രുവരി ആകെ മതി സ്നേഹം. അത് കഴിഞ്ഞ സ്നേഹം വേണ്ട. ഫെബ്രുവരി കഴിഞ്ഞ പിന്നെ സ്നേഹം കുറയും. ജനുവരി ഒരു ലാസ്റ്റ്. ഫെബ്രുവരി കഴിഞ്ഞാ തീർന്നു. പിന്നെ സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഇല്ല, കുറഞ്ഞു കുറഞ്ഞു വരും. ഇത് കപടാണ്. അല്ല ഞാൻ വിട്ടുകൊടുക്ക. ഇക്കെന്താ വിട്ടുകൊടുക്കണോണ്ട്? ഇക്കിപ്പൊ ഇന്റെ ഇവിടുന്ന് ഓളങ്ങോട്ട് ഏറിപ്പോയ ഒരു 10 മിനിറ്റ് ഉണ്ടാവും.
ഞാൻ വിട്ടുകൊടുക്കും. എന്നോട് പറഞ്ഞേക്ക് ഞാൻ പറയല്ലേ വിട്ടുകൊടുക്കാന്ന് പറഞ്ഞത്. പക്ഷെ ഇന്നെ അപമാനിച്ചു. ഇനി വിട്ടുകൊടുക്കൂല. ഇന്നെ അപമാനിച്ചിട്ട് പറഞ്ഞത് ഇന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിട്ടു തരൂ ഗേസ് എന്ന് പറഞ്ഞു. വിട്ടുകൊടുക്കട്ടെ. എന്നെ മിനിയാന്ന് എന്തൊക്കെ പറഞ്ഞ് തേങ്ങ പൊളിച്ച് വെച്ച പോലെയാണ് മുഖം, ഉണക്കമരം പോലെയാണ് ഞാൻ, എന്തൊക്കെ എന്നെ കളിയാക്കി. എന്നിട്ട് ഞാനത് കോമഡി ആയിട്ട് എടുത്തില്ലേ? ഞാൻ എന്തെങ്കിലും ചിരിച്ചോണ്ട് ഞാനത് കേട്ടോണ്ടിരുന്നില്ലേ ഗൈസ്? എങ്ങനെ സുഹൃത്തുക്കൾ തമ്മിൽ തമാശ പറയുകയാണെങ്കിൽ തമാശ രീതിയിൽ എടുക്കാൻ പഠിക്കണം. തമാശ എന്ന് പറയാൻ ആൾക്കാരായിട്ട് എന്താ തമാശ പറഞ്ഞു? ഇന്നലെ ഇത്രയും ആൾക്കാർ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് എന്റെ തേങ്ങ പൊടിഞ്ഞ മുഖം, ഉണക്കമരം എന്നൊക്കെ പറയുന്നത് കളിയാക്കിയത്. അത് തമാശയായിരുന്നു. ഇതിപ്പോ ജിന്നെ ഇൻസൾട്ട് ചെയ്താ ഞാൻ എന്നോട് എന്താ അപ്പൊ പറഞ്ഞു? എന്നെ ഇൻസൾട്ട് ചെയ്തതല്ലേ? എന്ത് ഇൻസൾട്ട് ചെയ്തു? എന്നെ ബോഡി ഷെയിം ചെയ്ത് എന്നെ ഇൻസൾട്ട് ചെയ്തതാണ് ഇന്നലെ നിങ്ങള്. ഇന്നലത്തെ പോട്ടെ, ഇന്നിപ്പോ ഞാൻ ഇൻസൾട്ട് ചെയ്തോ? അതിങ്ങനെ ഇന്നലത്തെ പോട്ടേന്ന് വിൽക്കുക. ഇന്നലെ ഇത്രയും ആൾക്കാർ മുമ്പിൽ വെച്ചിട്ടില്ല നിങ്ങൾ എന്നെ കളിയാക്കി. അത് തമാശ. ഇതിപ്പോ ഒരു നാട്ടിക്ക് പോകുമ്പോ എന്ത് ഈ ആൾക്കാരുടെ ഇടയിൽ എന്നെ കൊടുത്താക്കി തരുമോന്ന് ചോദിച്ചതോ? അപ്പൊ ആൾക്കാരുടെ ഇടയിൽ എന്നെ കളിയാക്കിയതോ? അന്ന് എന്തേ കളിയാക്കി? 80 ഉറുപ്പിക എണ്ണ അടിച്ചായിരുന്നെന്ന് പറഞ്ഞോ? അല്ല, ഇന്നലെ എന്നെ കളിയാക്കി. ഇന്നലത്തെ ഈ കൂട്ടിക്കോയിക്കല്ലേ പ്ലീസ്. ഓക്കെ, ഞാൻ പോട്ടെ. എന്റെ കുട്ടികൾക്ക് എന്താ വെച്ചാൽ കൊടുക്കാൻ കൊണ്ടുപോണ്? എന്റെ കുട്ടികൾക്ക് ചെന്താ കൊടുക്കാൻ കൊണ്ടുപോണ്? ഹലോ, ചോദിക്കണതിന്റെ മറുപടി പറയും. എന്റെ മക്കൾക്ക് ചെന്താ കൊണ്ടുപോണെന്ന്. ഞാൻ അവിടെ ചെന്നിട്ട് പോയി കണ്ടോളാം സുമേനെ പിള്ളേര്. അതിന് മറ്റന്നാ അവരിങ്ങോട്ട് വരികയല്ലേ? പേടിപ്പിക്കല്ലേ. ഇതൊക്കെ തന്നെ പറഞ്ഞു ചണ്ടോളെ. ഇവള് സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് കപട സ്നേഹമാണ്. കപട ഞാൻ അവിടെ പോയിട്ട് ഞാൻ അവരെ പോയി കണ്ടോളാന്ന് പറഞ്ഞല്ലോ. ഞാൻ ചോദിച്ചതാണ് അവരിങ്ങോട്ട് വരികയല്ലേ എന്ന്. ഇത് ചോദിച്ചോ? നിന്റെ ഫോണിന് എന്തിനും പ്രശ്നമുണ്ടോ? ഒരു ക്ലിയർ ഇല്ലല്ലോ. ഇജൊക്കെ എന്ത് വെളുപ്പാ ഞാൻ നോക്കതില്. നിങ്ങൾ നല്ല വെളുത്തിരിക്കുന്നു ഇപ്പൊ. ഏതോ ഫിൽറ്റർ ഇട്ട് വന്നേക്കാം. ഫിൽറ്റർ കണ്ടിട്ടില്ല ഓ സത്യമായിട്ടും. പൊന്നാര മോനെ, അന്നെ നേരിട്ട് കാണാൻ എങ്ങനെയുണ്ട് എനിക്ക് അറിഞ്ഞൂടെ? കറുത്ത് കരിമന്തി പോലെ ഇരിക്കുന്നിട്ട് ഫിൽറ്റർ ഇട്ടിട്ടില്ല. കേട്ടില്ലേ? ഇന്റെ കജിന്ന് ചോറ്, ഇന്റെ കജിന്ന് ചായ, ഇന്റെ കജിന്ന് പരിപ്പ് വട, ഇന്റെ കജിന്ന് നെയ്പത്തിരി, ഇന്റെ കജിന്ന് കല്ലുമ്മക്കായ, ഇന്റെ കജിന്ന് ജ്യൂസ്, ഇന്റെ കജിന്ന് മീൻ പൊള്ളിച്ചത്, ഇന്റെ കജിന്ന് കുബൂസ്. ഇതൊക്കെ വാങ്ങി തിന്നിട്ട് ഞാൻ കറുത്ത് കരിവാളിച്ചെന്ന് പറഞ്ഞാൽ വീണ്ടും ഇന്നെ ഇൻസൾട്ട് ചെയ്തു. ബില്ല് ഞാൻ അടക്കണം. ഇതൊക്കെ വാങ്ങിക്കും, ബില്ല് ഞാൻ അടക്കണം. ഇന്നത്തെ വിറ്റേക്കണ എനിക്ക് ഇന്ന് ഫിലിമാ നിന്ന് ഇവിടെ. അന്ന് അതേ കാട്ടുമാരി ഓണം പറ്റിച്ചു. ഓൾക്ക് 150 രൂപയിലുമായി. 3 പെരേക്കുള്ള 2 മഷ്റൂം വാങ്ങി കൊടുത്തു. 2 വലുത്. ഇന്ന് മുതൽ കരു ഓസി കരു എന്നറിയപ്പെടും. ഓസി കരു. ഇന്നെ തെരഞ്ഞിട്ട് ഞാനും കാണാൻ വരില്ല. OCKARU. OC കരു. കരുവിന്റെ ഇനീഷ്യലാണ് അത്. OC കരു. നാളെ ഞാന് ശ്രുതിനെ എത്ര മണിക്ക് എയർപോർട്ട് പോണ്? നാളെ നമ്മൾ കാണൂല. നാളെ എനിക്ക് ആരെയും കാണാൻ സമയമില്ല. അല്ല, എയർപോർട്ട് വിടണ്ടേ? വിടുവോ? അല്ല, വേറെ ആളുണ്ടെങ്കിൽ പോയിക്കോ. ഞാൻ ടാക്സിക്ക് പൊക്കോളും. അല്ല, ആൾക്കാരൊക്കെ എന്നെ ഇൻസൾട്ട് ചെയ്യേണ്ടതില് കെരീമ കൊണ്ടുപോയി വിട്, പാവാണെന്ന്. അപ്പൊ ജിന്ന് ഇൻസൾട്ട് ആക്കിയോണ്ടല്ലോ ആൾക്കാരെ പറയണേ. ആരും ബേജാറാവണ്ട, ഞാൻ ടാക്സിക്ക് പൊക്കോളും. ആർക്കവിടെ ബേജാറ്? ഇജ് പോയില്ല. ആർക്കാ ബേജാറ്? ബേജാറാവണ്ട, ഞാൻ ടാക്സിക്ക് പൊക്കോളാം. പിന്നെ എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും എന്റെ വീട്ടിലെ ചെറിയ കുട്ടിയില്ലേ, ആ പെൺകുട്ടി എയർപോർട്ട് വരെ എടി സുധിയ ഇത് കേക്ക്. ഹലോ, എന്റെ ഒരു ചെറിയൊരു കുട്ടിയില്ലേ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ, ആ കുട്ടിക്ക് കളർ വാങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ? കളർ വാങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ല. ബുക്കിൽ കളറൊക്കെ കൊടുക്കൂല നമ്മള് ചിത്രത്തിന്. എന്റെ മോനെ, ഞാൻ പറഞ്ഞത് കേക്ക്. അത് വാങ്ങാണ്ടായിരുന്നോ കുട്ടിക്ക്? ഇല്ല, ഞാൻ ഇത് കഴിഞ്ഞു, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതൊരു നോട്ട് ബുക്ക് മാത്രം വാങ്ങി കൊടുത്താൽ മതി. പെരയിൽ ബ്രഷ് ഇല്ലേ, പല്ലേക്കണ ബ്രഷ്? എന്റെ കൈ ഇങ്ങനെ കാണിച്ചാ
ആ കളർ ദീമെന്ന് മുക്കി തേച്ചാൽ മതിയല്ലോ നോട്ട് ബുക്കില്. ഓ, അങ്ങനെ ഞാൻ വിചാരിച്ചു വാങ്ങി തരാന്ന് പറഞ്ഞു. എന്തുപോലെ കജ്ജുമ്പ കണ്ടങ്ങള് 5 കളറ് പച്ച ചുവപ്പ് കാണിച്ച നോക്കട്ടെ ഇങ്ങനെ കാണിച്ച നോക്കട്ടെടോ, ഇങ്ങനെ കാണിക്കും നോക്കട്ടെ. സ്റ്റക്കായോ? ഇങ്ങനെ കാണിക്കും നോക്കട്ടെ. സ്റ്റക്കായി നമുക്ക് റേഞ്ചില്ലോ ഇങ്ങനെ കാണിച്ച സ്റ്റക്കായി ഓളെ ഒലക്ക ഞാൻ കൊണ്ടുപോയി വിടും. ഒക്കെ പിരാന്ത. ഏറ്റവും വലിയ ഈറുള്ളത് സുധീനാണ്. ഞാൻ കാണിക്കായിയാണ്. സ്റ്റക്ക് അയക്കണം കട്ടായിട്ട് വരാം. ഓക്കെ സ്റ്റക്കാക്കിക്കണോളൂ. സ്റ്റക്ക് ചെയ്താ